പാലക്കാട്ടെ നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാവുമോ? ഭരണം തുലാസിലാക്കി ബി.ജെ.പി ജില്ലാ ഘടകത്തിൽ പൊട്ടിത്തെറി. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ബി.ജെ.പി ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കാനൊരുങ്ങുകയാണ് 9 പാർട്ടി കൗൺസിലർമാർ. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഭരണം നഷ്ടപ്പെടില്ല എന്നുമാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായ അധ്യക്ഷനെ തെരഞ്ഞെടുത്തുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. ബി.ജെ.പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറിയുണ്ടെന്നും നേതൃത്വം തിരുത്തണമെന്നുമാണ് ആവശ്യം. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ്, മുതിർന്ന അംഗം എൻ ശിവരാജൻ തുടങ്ങി 9 കൗൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചു. ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ പ്രത്യേക യോഗം ചേർന്നു. അടുത്ത തീരുമാനം പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങൾ ആയിസു. 6 പേർ രാജിവെച്ചാൽ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലാകും. ദേശീയ നേതൃത്വം അംഗീകരിച്ച ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നഗരസഭയുടെ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകില്ല. ഇത്രയും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി പുനഃസംഘടന കേരള ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. വർഗീയ പാർട്ടികൾ വിട്ടുവരുന്ന ആരെയും കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഏത് RSS നേതാവ് പാർട്ടി വിട്ടാലും അവര് ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത്. അതാണല്ലോ മതേതരത്വത്തിന്റെ വിജയം. അതിനെ സ്വാഗതം ചെയ്യും. പ്രതിഷേധത്തിനിടയിലും പ്രശാന്ത് ശിവൻ നോമിനേഷൻ സമർപ്പിച്ചു. നാളെ രാവിലെ 10:30 പുതിയ ജില്ലാ അധ്യക്ഷനെ പാർട്ടി പ്രഖ്യാപിക്കും. 24 പാലക്കാട്.